ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു ചോദ്യം ചോദിക്കാം. ഈശോ അവസാനമായി എന്തു പറഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്? ഈശോ അവസാനമായി എന്തു പറഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്? ഈശോ അവസാനമായി പറഞ്ഞത് എന്ത്? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഈശോ അവസാനമായി എന്തു പറഞ്ഞിട്ടാണ് പോയത്? ഓൺലൈനിലുള്ളവർക്കും പറയാം. പറഞ്ഞേ, ഈശോ എന്തു പറഞ്ഞിട്ടാ പോയേ? ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അവസാനം പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാ, അല്ലേ? അവസാനം പറയുന്ന കാര്യം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ മരിക്കാൻ നേരത്ത് ശ്രദ്ധിക്കും, അവസാനം എന്തു പറഞ്ഞിട്ടാണ് ദൈവമേ ഈ ആത്മാവ് പോകുന്നത്. അവസാനം പറയുന്ന കാര്യം അത്രമേലെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കും. അപ്പം ഈശോ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത്. എന്ത് പറഞ്ഞിട്ടാ പോയത്? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമാണ്, ഈശോ പറഞ്ഞതാണ്. ഏതാ വചനം? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. ബൈബിൾ തുറന്നേ, വായിക്കണം, പഠിക്കാം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 8. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. ഏതാ വചനം? വചനം ഇങ്ങനെയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം വചനം 8-ാം തിരുവചനം. എത്രാം അധ്യായം? 1-ാം അധ്യായം 8-ാം തിരുവചനം. 8-ാം തിരുവചനം. 9-ാം തിരുവചനം ഇങ്ങനെയാണ്: ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എന്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ? പറ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ ദാ മേഘങ്ങളില് അകത്തേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശോയുടെ അവസാനത്തെ വാക്ക് അതേതാ? എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. എന്നിട്ട് എന്താ അടുത്ത വചനം? ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. എന്നാൽ ഒച്ചത്തിൽ പറ. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും ഈശോയ്ക്ക് സാക്ഷിയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോ അവസാനമായിട്ട് പറഞ്ഞിട്ട് പോയ ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ എനിക്ക് സാക്ഷിയായിരിക്കണം. നീ എനിക്ക് പറ, നീ എനിക്ക് സാക്ഷിയായിരിക്കണം. നീ എനിക്ക് സാക്ഷിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ആർക്ക് വേണ്ടി? ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്, അല്ലേ? ആകാംക്ഷയോടുകൂടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയങ്ങൾ. ഇത്രയും ദിവസങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊക്കെ ചിലരിലൊക്കെ നിലകൊണ്ടു, ചില ആളുകളൊക്കെ നിലകൊണ്ടു. ഇവിടെ ഈശോ പറയുകയാണ്, നീ അടിസ്ഥാനപരമായി നിലകൊള്ളേണ്ടത് ആർക്ക് വേണ്ടിയാ? ഈശോയ്ക്ക് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഈ ഭൂമിയിൽ എവിടെ പോയാലും എന്തു ചെയ്താലും ഏതെല്ലാം കാര്യത്തിൽ ഇടപെട്ടാലും നമ്മൾ ഓർക്കണം, നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളണം. ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവര് സ്വയം പറഞ്ഞോണം, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കറിയാലോ, ഒരു രാജ്യത്തിന്റെ അംബാസിഡർ കേട്ടിട്ടുണ്ടാവും. ഡൽഹിയിൽ ഒത്തിരി രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് ഉണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും നയതന്ത്ര സ്ഥലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും തന്നെ അവരുടെ ഒരു പ്രതിനിധി അംബാസിഡർ അവിടെയുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നമ്മുടെ അംബാസിഡേഴ്സ് ഉണ്ട്. അവരുടെ ദൗത്യം എന്താണ്? അവരുടെ ദൗത്യം, ഇപ്പൊ പാകിസ്ഥാനിൽ ഇന്ത്യൻ അംബാസിഡർ ഉണ്ടെങ്കിൽ ആ അംബാസിഡറുടെ ദൗത്യമാണ് ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുക, ഇന്ത്യയുടെ കാര്യങ്ങൾ ആ രാജ്യത്ത് പറയുക, ഇന്ത്യയുടെ ന്യായമായ കാര്യങ്ങളെല്ലാം അവിടെ സാധിച്ചെടുപ്പിക്കുക. അതാണ് അംബാസിഡറുടെ പരിപാടി. എന്ന പോലെ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തോണം, നമുക്ക് കർത്താവ് ഒരു ദൗത്യം തന്നിട്ടുണ്ട്. അത് ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകാനുള്ള ഒരു വിളിയാണ്. ഈശോയ്ക്ക് വേണ്ടി പറ, ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകാനുള്ള വിളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രത്യേകിച്ച് നമ്മൾ ഓർത്തോണം, ഈ നാളുകൾ മെയ് മാസം 19-ാം തീയതി കത്തോലിക്ക തിരുസഭ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വായിക്കുന്ന വായനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായി ദൈവജനത്തിന് ഓർമ്മയിൽ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള വായനകളാണ് മുഴുവൻ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. ഇതാ ഇന്ന് ഈ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ശക്തി നൽകുന്നത് ആരാണ്? ആരാണ്? പറ. പരിശുദ്ധാത്മാവാണ് നമുക്ക് ശക്തി നൽകുന്നത്. ഇവിടെ ഇരിക്കുന്ന ക്ഷീണമുള്ളവരൊക്കെ ഓർത്തോണം, ബൂസ്റ്റ് അല്ല ആഗ്രഹിക്കേണ്ടത്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ബൂസ്റ്റും വോൺവിറ്റയും പോരാ. ഇവിടെ ഇരുന്നുകൊണ്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നാൽ ക്ഷീണം മാറും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുമ്പോഴത്തേക്ക് വലിയ സമാധാനം കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ പരിശുദ്ധാത്മാവ് ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർവിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു സാക്ഷിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ അല്പസമയം വചനത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചു കഴിഞ്ഞിട്ട് എവിടെ പോണം? എവിടെ പോണം? ജെറൂസലേമിൽ പോണം, പിന്നെ യൂദയായിൽ പോണം, പിന്നെ സമരിയായിൽ പോണം, പിന്നെ പറ, ലോകത്തിന്റെ അതിർത്തികൾ വരെ പോണം. എവിടെയൊക്കെ പോണം പറഞ്ഞേ, കേക്കട്ടെ. എവിടേക്ക് പോകണ്ടേ? പറയ്, എവിടേക്ക് പോകണ്ടേ? ജെറൂസലേമിൽ പോണം, പിന്നെ യൂദയായി പോണം, പിന്നെ എവിടെ? സമരിയായിൽ പോണം, പിന്നെ എവിടെയാ? ലോകത്തിന്റെ അതിർത്തികൾ വരെ, ലോകത്തിന്റെ അതിർത്തികൾ വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ജെറുസലേമിൽ പോകാൻ ആഗ്രഹമുള്ള ഒരു കൈപൊക്കൂ. ജെറുസലേമിൽ പോകാൻ ആഗ്രഹമില്ലേ? പാസ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമില്ല. ആഗ്രഹമുണ്ടോ? കൈപൊക്കിക്കോ. ജെറുസലേമിൽ പോകാൻ ആഗ്രഹമുള്ളവരെല്ലാവരും കൈപൊക്കട്ടെ. ഒത്തിരി പേര് കൈപൊക്കിയിട്ടുണ്ട്. പുറകിൽ 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും കൈപൊക്കിയിട്ടുണ്ട്. അവരത് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലേ? ജെറുസലേമിൽ പോണം. എവിടെ പോണം? ജെറുസലേം എവിടെയാണ്? ജെറുസലേം എവിടെയാ? കേട്ടില്ല, പറഞ്ഞോ. ജെറുസലേം എവിടെയാ? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത്, അല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ എവിടെ പോണം? പറ. പോട്ടയിൽ ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് വചനം കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ എവിടെ പോണം എന്നാ ഈശോ പറഞ്ഞിരിക്കുന്നത്? പാസ്പോർട്ട് എടുത്ത് പിന്നെ വിസ റെഡിയാക്കി എങ്ങോട്ട് പോണമെന്ന്? ഇസ്രായേലിൽ പോണം.
എന്നിട്ട് അവിടെ ജെറുസലേം എന്നുള്ളൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് ചെല്ലണം. പിന്നെ എങ്ങോട്ട് പോകണം? യൂദയായിൽ പോകണം. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം? സമരിയായിൽ പോകണം. ഇതാണോ ഈശോ ഉദ്ദേശിച്ചത്? പറ. ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിച്ചോണ്ടിരിക്കുക ജെറുസലേമിലോ. എൻ്റെ ദൈവമേ, ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ തന്നെ കഷ്ടപ്പെട്ടാ പോണേ, പിന്നെയാണ് ജെറുസലേമിൽ അല്ലേ? ജെറുസലേമില്, യൂദയായില്, സമരിയായില്. ഇതെവിടെയാ ഈ സ്ഥലം? ഇതെവിടെയാ? ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും, എൻ ഭവനമാകും. പറഞ്ഞേ, എൻ ഭവനമാകും ജെറുസലേമിൽ. എൻ ഭവനം എന്ന് പറഞ്ഞാൽ, ഈ ജെറുസലേം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എൻ്റെ വീട്. എൻ്റെ വീട്, എൻ്റെ വീട്, എൻ്റെ സ്വന്തം കുടുംബം, എൻ്റെ വീട്, അതാണ് ജെറുസലേം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവമേ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തീർന്നിട്ട് ഇനി പോകാൻ പറ്റുമോ എന്നുള്ളതല്ല ചിന്ത. മറിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആദ്യം ഞാൻ സാക്ഷിയാവേണ്ട സ്ഥലം ജെറുസലേം. അതെവിടെയാ? എൻ്റെ വീട്. വലതും ഇടതും ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറ, നിന്റെ വീട്ടിൽ സാക്ഷിയാവണം. പറഞ്ഞുകൊടു. അത്ര എളുപ്പമാണോ? ആണോ? അല്ലല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് നമ്മുടെ വീട്ടിൽ സാക്ഷിയാവുക എന്നുള്ളത്. വേണ്ട, നാട്ടിൽ സാക്ഷിയാവാം, ധ്യാന കേന്ദ്രത്തിൽ സാക്ഷിയാവാം. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താ? നമ്മുടെ വീട്ടിൽ സാക്ഷിയാവുക. എളുപ്പമാണോ? അല്ല, എളുപ്പമല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാ. നാട്ടിൽ ഏത് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം. ചിലരെ കണ്ടിട്ടില്ലേ, രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങും സാമൂഹ്യ പ്രവർത്തനം. വീട്ടില് അരി മേടിച്ചോന്ന് അന്വേഷിക്കുകയല്ല, വീട്ടില് അവസ്ഥ എന്താ നോക്കിയല്ല, രാവിലെ മുതൽ സാമൂഹ്യ പ്രവർത്തനം രാത്രി വരെ ചെയ്യും. ഒരു മടുപ്പുമില്ല. വീട്ടിലൊരു വിറക് പോലും കീറി കുടിക്കുകയില്ല, അല്ലേ? വീട്ടിലുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുകയില്ല. എന്നിട്ട് നാടായ നാട് മുഴുവൻ സാമൂഹ്യ സേവനം ചെയ്യും. ഈശോ പറയുന്നു, ആദ്യം എവിടെ ആരംഭിക്കണം? പറയുന്നേ, ഒരു ഉറപ്പില്ലാത്തത്. ആദ്യം നിന്റെ സാക്ഷ്യ ജീവിതം എവിടെ തുടങ്ങണമെന്ന്? നമ്മുടെ വീട്ടില്. കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്കാണ് നമ്മുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് വല്ലതും അറിയൂ? വല്ലപ്പോഴും നമ്മൾ ഈ ഞായറാഴ്ചയൊക്കെ കണ്ടുമുട്ടുന്നവരാകാം. അതിനപ്പുറം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ആർക്കറിയാം? നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങളുടെ സ്വഭാവം, അല്ലേ, നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈശോ പറയാണ്, നീ സാക്ഷി ആവണം എന്ന് പറഞ്ഞാൽ ആ സാക്ഷി ആവേണ്ട സ്ഥലം അത് റോട്ടിലല്ല, പള്ളിയിലല്ല, കേട്ടോ, പുറത്തല്ല, അകത്ത്, നമ്മുടെ വീട്ടിൽ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സാക്ഷിയാവണം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വന്തം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നോർത്ത് ഈസ്റ്റില്, മണിപ്പൂരില് ഒത്തിരി ക്രൈസ്തവരൊക്കെ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയം കേരളത്തിൽ ഒരു ഇടവകയോട് ചേർന്ന് ഒരു കൂട്ടായ്മയിൽ മണിപ്പൂരിൽ നടക്കുന്ന ക്രൂരതകളെ കുറിച്ച് ഒരു സിംബോസിയം, ഒരു ചർച്ച, നിറച്ച ആളുകൾ. ആ ശുശ്രൂഷയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ആ പ്രദേശത്തുള്ള ഒരു കത്തോലിക്കൻ ചേട്ടൻ എന്നാ പ്രസംഗാന്നറിയോ? അയ്യോ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കണം. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ക്രൂരതകളെ കുറിച്ച് ആ മനുഷ്യൻ നിന്നും അങ്ങ് പറയുമ്പോ അത് കേൾക്കുന്ന നമുക്ക് പോലും അങ്ങോട്ട് വലിയ സങ്കടം. നല്ല ശക്തമായ പ്രസംഗം കഴിഞ്ഞു, സിംബോസിയൊക്കെ കഴിഞ്ഞു. ഞാൻ ആ പള്ളിയിൽ അച്ഛന്മാരുടെ കൂടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചേച്ചി, ആ ഇടവകയിൽപ്പെട്ട ഒരു ചേച്ചി, ഒരു വീട്ടമ്മ അവിടെ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ധ്യാന കേന്ദ്രത്തിലല്ലേ ശുശ്രൂഷ ചെയ്യുന്നത്, അച്ഛൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ചേച്ചി, എന്നാ ഉണ്ട് വീട്ടിലെ വിശേഷം, സുഖാണോ? എൻ്റെ അച്ഛാ,
വലിയ സങ്കടത്തിലാണ് ഞാൻ. ഈ ഇടവകയിൽ തന്നെ അറിയപ്പെടുന്നൊരു കുടുംബമാണ്. അച്ഛാ, വലിയൊരു സങ്കടത്തിലാണ് ഞാൻ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അച്ഛൻ പ്രാർത്ഥിക്കണം. പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം വലിയ വലിയ സഹനത്തിലാണ് ഞാൻ, വലിയ സഹനത്തിലാണ് ഞാൻ. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഞാൻ ഒത്തിരി സഹിക്കുന്നു, എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ സഹിക്കുന്നു, ഒത്തിരി സഹിക്കുന്നു അച്ഛാ. ആ മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് എന്നെ മൃഗീയമായിട്ട് വേദനിപ്പിക്കും അച്ഛാ. എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, വലിയ സങ്കടം. അപ്പൊ ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, ഈ പറഞ്ഞ ഭർത്താവ് എവിടെയുണ്ട്? നമുക്ക് അയാളെ ഒരു ധ്യാനത്തിനൊക്കെ കൂട്ടിക്കൊണ്ടു വരണ്ടേ? നമുക്ക് അയാളെ ഒന്ന് കൊണ്ടുവരണം, ഒന്ന് സംസാരിക്കാനൊക്കെ അവസരം കിട്ടൂ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, അത് വേറെ എങ്ങും പോകണ്ട. അല്പം മുമ്പ് അച്ഛൻ മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ച് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രസംഗിച്ചത് അച്ഛൻ കേട്ടില്ലേ? ഞാൻ പറഞ്ഞു, കേട്ടു. എന്നാ പ്രസംഗമായിരുന്നു, സങ്കടം തോന്നി. ആ പ്രസംഗിച്ച ആളാണ് എൻ്റെ ഭർത്താവ്. ആ പ്രസംഗിച്ച ആളാണ് എൻ്റെ ഭർത്താവ്. വല്ലോ മനസ്സിലായോ? ഇല്ലേ? മണിപ്പൂരിനെ കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കും. സ്വന്തം വീട്ടില് ഭാര്യയ്ക്ക് മനസമാധാനം കൊടുക്കണില്ലെന്ന്. സൊമാലിയയിലും ആഫ്രിക്കയിലും നടക്കുന്ന ക്രൂരതകളെ കുറിച്ചല്ല. ആദ്യം എവിടെ? നമ്മുടെ വീട്ടില്, നമ്മുടെ വീട്ടില്, നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ നിനക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണുണ്ടോ? ഉണ്ടെങ്കിൽ നീ വിജയിച്ചു. ജെറൂസലേമിൽ, ജെറൂസലേമിൽ, ജെറൂസലേം അത് നിന്റെ വീടാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലത് ഇടത് ഇരിക്കുന്നവരോടും പറ, ജെറൂസലേം നിന്റെ വീടാണ്. പറഞ്ഞു കൊടുത്തേ, ജെറൂസലേം നിന്റെ വീടാണ്. നമ്മുടെ വീട്ടിൽ ശുശ്രൂഷ ആരംഭിക്കണമെന്ന്. വീട്ടില്, നാട്ടിൽ പോയിട്ട് ശുശ്രൂഷ തുടങ്ങാനൊക്കെ എളുപ്പം. ആദ്യം വീട്ടില്, നമ്മുടെ വീട്ടില് കുടുംബ അംഗങ്ങളുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിത സാക്ഷ്യം ആരംഭിക്കണം. ജീവിത സാക്ഷ്യം അവിടെ ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവിന് സംശയരോഗമാണ്, സംശയരോഗം. അച്ഛൻ പ്രാർത്ഥിക്കണം അച്ഛാ. മടുത്തച്ഛ, വല്ലാത്ത സംശയരോഗം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. കാരണം അതൊരു രോഗമാണ്, ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. എന്ത് ചെയ്യാനാ അച്ഛ, എന്ത് ചെയ്യാനാ? മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു. എനിക്ക് സമാധാനം ഇല്ല അച്ഛ, എനിക്ക് സമാധാനം ഇല്ല. അപ്പൊ ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, ആ സ്ത്രീയുടെ ദേശം, സ്ഥലം എവിടെയാ? അങ്ങനെയൊക്കെ ചോദിച്ചു വന്നപ്പോ ആ പ്രദേശത്ത് ഈ മാനസിക ആരോഗ്യ നില കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ, പ്രത്യേകിച്ച് ഈ സംശയ രോഗത്തിനൊക്കെ പറ്റിയ ഒരു ഡോക്ടറുണ്ട്. ഞാൻ പറഞ്ഞു, സഹോദരി, ഇന്ന ഒരു ഡോക്ടർ കത്തോലിക്കനാണ്, ആ ഡോക്ടർ അടുക്കെ പോയിട്ട് ഒന്ന് സംസാരിക്കുക. അപ്പൊ ആ സ്ത്രീ ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ ഡോക്ടറാണ് എൻ്റെ ഭർത്താവ്. മനസ്സിലാവണുണ്ടാവോ? നാട്ടുകാരെ മുഴുവൻ ചികിത്സിക്കുമെന്ന്, നാട്ടുകാരെ മുഴുവൻ ചികിത്സിക്കും, സംശയരോഗത്തിനെല്ലാം ചികിത്സിക്കും. പക്ഷേ സ്വന്തം വീട്ടിൽ ജീവിത പങ്കാളിയെ സംശയമാണെന്ന്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ദൂരങ്ങളിൽ എവിടെയൊക്കെ നടക്കണ കാര്യമൊന്നുമല്ല. സ്വന്തം വീട്ടില് ഈ പോട്ടാശ്രമത്തിലിരുന്ന് ധ്യാനിക്കുമ്പോൾ, ഓൺലൈൻ ശുശ്രൂഷയിരുന്ന് ധ്യാനിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് നാട്ടുകാരെ കുറിച്ചൊന്നും, സോമാലിയനെ കുറിച്ചും മണിപ്പൂരിനെ കുറിച്ചല്ല. ആദ്യം നമ്മുടെ വീട്ടില്. ഈശോ പറയുന്നത്, നീ എനിക്ക് സാക്ഷിയാവണം ആദ്യം നിന്റെ വീട്ടില്. ഞാനെന്ന് പറയുന്ന ഒരു വൈദികൻ സാക്ഷിയാവേണ്ടത് ആദ്യം ഈ കമ്മ്യൂണിറ്റിയില്, ഞാനായിരിക്കുന്ന കൂട്ടായ്മയില്, നീ ആയിരിക്കേണ്ട കുടുംബത്തില് നീ ആദ്യം സാക്ഷ്യമാവണം. വലതുകര ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കേണ്ടത് മാനസാന്തരമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് സാക്ഷിയാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞൊരു മാനസാന്തരത്തിന് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. നമ്മുടെ വീട്ടില്
കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഈ ധ്യാന മന്ദിരത്തിൽ ഡൽഹിയിൽ നിന്ന് വരുന്നത്. എൻ്റെ ആദ്യത്തെ ധ്യാനം ഞാൻ ഓർക്കുന്നു. ആദ്യത്തെ ധ്യാനത്തിന്റെ സമാപന ദിവസത്തിൽ ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്ത് നന്നായി പ്രാർത്ഥിച്ചു. അച്ഛാ പ്രാർത്ഥിച്ചു ഞാൻ ദാ ഇപ്പോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആര് നിറഞ്ഞു നിൽക്കുന്നു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഒത്തിരി സന്തോഷം സഹോദരി. അപ്പൊ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനിപ്പോ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ എനിക്കിനി അതിശക്തമായി അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു, അതും നല്ല കാര്യം. അച്ഛാ ഞാൻ ഈ പോട്ടാശ്രമം വിട്ടിനി പോകുന്നില്ല. അച്ഛാ ഈ പോട്ടാശ്രമം വിട്ട് പോകുന്നില്ല. കാരണം ഇവിടെ വന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവിനെ വിട്ടിനി ഒരു പണിക്കുമില്ല. അതുകൊണ്ട് അച്ഛാ ദേ അച്ഛൻ പറയുന്ന ഏത് പണിയും ഞാൻ ചെയ്യും. ബുക്ക് സ്റ്റാളിൽ നിൽക്കണം, ബുക്ക് സ്റ്റാളിൽ നിൽക്കും. ഇവിടെ മുഴുവൻ അടിച്ചു വാരണോ, അടിച്ചു വാരിക്കോളാം. ഇനി അടുക്കളയിൽ പച്ചക്കറി അരിയണോ, അരിഞ്ഞോളാം. എന്തും അച്ഛാ ഈ ധ്യാന മന്ദിരം വിട്ട് ഇനി ഞാൻ എങ്ങോട്ടും ഇല്ല അച്ഛാ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി ഭർത്താവ്, ആ 2 മക്കള്, ഇതൊക്കെ എന്തിനാച്ച ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുന്നത്? അച്ഛൻ ഞാനിപ്പോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയല്ലേ. ഭർത്താവ്, മക്കൾ, ഇതൊക്കെ വളരെ കാര്യമുള്ള കാര്യമാണോ അച്ഛോ? ഞാൻ പറഞ്ഞു, കാര്യമുള്ള കാര്യ. വീട്ടിൽ പോകണ്ടേ, ഭർത്താവും മക്കളെ നോക്കണ്ടേ. എൻ്റെ അച്ഛാ വീട് മുഴുവൻ ഇരുട്ടാച്ച, ഇരുട്ട്. അത് പിശാച് പിടിച്ചവരാച്ച, അവര് പിശാച് പിടിച്ചവരാ. ഞാൻ അങ്ങോട്ട് പോയാൽ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എൻ്റെ അച്ഛാ എന്നെ ഇവിടുന്ന് വിടരുത്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചേച്ചി പരിശുദ്ധാത്മാവ് നിറഞ്ഞല്ലോ. ഇനി നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ കൊണ്ട് വീട്ടിൽ പോണം. എന്നിട്ട് വീട്ടിലുള്ള ഇരുട്ട് ചേച്ചിയുടെ പ്രാർത്ഥന വഴി മാറ്റണം. നടക്കില്ല അച്ഛാ. ഞാൻ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. മക്കള് അനുസരണം എന്ന് പറയണ വഴിക്ക് പോയിട്ടില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോകും. ശല്യമാണച്ചാ, ശല്യം. അതുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഞാൻ ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാം. ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി അങ്ങനെ അല്ലെന്ന്. ഞാനിതങ്ങോട്ട് പറയുമ്പോൾ ഈ സഹോദരി ഇങ്ങോട്ട് 4 എണ്ണം പറയുക. അവസാനം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, സഹോദരി ധ്യാനം കഴിഞ്ഞ് ഒരു നിമിഷം ഇവിടെ നിന്നേക്കരുത്, നേരെ വീട്ടിൽ പൊക്കോണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരിയുടെ പ്രാർത്ഥന വഴിയായി മാറ്റങ്ങൾ വീട്ടിലുണ്ടാവണം. ആദ്യമൊന്നും മനസ്സിലായിരുന്നു. അവസാനം ഗതിയില്ലാതെ ഈ സഹോദരി സമ്മതിച്ചു. അങ്ങനെ ഈ സഹോദരി വീട്ടിൽ പോയി. നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചത്. ഓർമ്മയുണ്ടാവും. കൺവെൻഷൻ ദിവസം, കൺവെൻഷന്റെ 1-ാം ദിവസം ഒരു ബുധനാഴ്ച 14-ാം തീയതി രാവിലെ ശുശ്രൂഷ സമയത്ത് ഈ സഹോദരിയും ഭർത്താവും മക്കളും കൂടെ ഈ പോട്ടാശ്രമത്തിൽ കൺവെൻഷൻ കൂടാൻ വന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഞാൻ ഈ സഹോദരിയെ കണ്ടപ്പോൾ ഞാൻ ഈ സഹോദരിയുടെ മുഖം മറക്കുകയില്ല. കാരണം അതുപോലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാ. അപ്പൊ ഞാൻ ഈ സഹോദരീനെ കണ്ടപ്പോൾ ചോദിച്ചു, ദേ ഭർത്താവും മക്കളും ഇവരിതെങ്ങനെ വന്നു? ഇതെന്നാ പറ്റിയേ? എന്താ മാജിക്? അപ്പോഴാണ് ഈ സ്ത്രീ പറയണത്, അച്ഛാ ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയില്ലേ അച്ഛാ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനെ എൻ്റെ വീട്ടിലുള്ളവർക്ക് എങ്ങനെ കൊടുക്കാമെന്ന എൻ്റെ ചിന്ത. ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ സ്വഭാവത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തി. ഞാൻ ഇത്രയും ദിവസം ഈ ധ്യാന മന്ദിരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഭർത്താവിനെ കുറിച്ച് അത് പിശാച് പിടിച്ച മനുഷ്യനാണ്, മക്കള് അനുസരണക്കേടാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവരെക്കുറിച്ച് മൊത്തം നെഗറ്റീവ്. എന്നാൽ അച്ഛാ അവര് മാറിയോ മാറിയില്ല എന്നുള്ളതല്ല വിഷയം. അച്ഛാ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, എന്തു മാറ്റാ വരുത്തിയേ? അച്ഛാ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഭർത്താവിനെയും മക്കളെയും നോക്കി നന്നായി
പുഞ്ചിരിച്ചു. എന്ത് ചെയ്തു? കേട്ടില്ല. പുഞ്ചിരിച്ചു. പറഞ്ഞേ. എന്റെ ഭർത്താവിനെ മക്കളെ നോക്കി ഞാനൊന്ന് നന്നായിട്ടൊന്ന് ചിരിച്ചാ. ഒന്ന് നോക്കി ചിരിച്ച, അടുത്തിരിക്കുന്നവരെ നോക്കി. പലതരം ചിരികളുണ്ട്. വളിച്ച ചിരി, ഇളിച്ച ചിരി, പുളിച്ച ചിരി, അല്ലേ? പലതരം ചിരികളുണ്ട്. എന്റെ ഭർത്താവിനെ മക്കളെ നോക്കി ഞാൻ ചിരിച്ചെന്ന്, വേറെ ഒന്നും ചെയ്തില്ല. എന്റെ ചിരി കണ്ടിട്ട് എന്റെ മക്കൾക്കും ഭർത്താവിനും അത്ഭുതം. ഞാൻ ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ? എൻ്റെ അച്ഛ, സാധാരണ എൻ്റെ മുഖം എപ്പോഴും ഭർത്താവ് പറയും, നിന്റെ മുഖം കടന്നല് കുത്തിയ പോലെയാണല്ലോ ഇരിക്കുന്നേ. എന്നാൽ അന്ന് മുതൽ, ധ്യാനം കഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ മുഖത്തൊരു വ്യത്യാസം. അച്ഛാ, ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് വളരെ പ്രസന്നവദനയായിട്ടാണ് ഞാൻ പെരുമാറാൻ തുടങ്ങിയത് അന്ന് മുതൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പ്രസന്നവദനരായിരിക്കുക. എന്നാ വദനൻ? പ്രസന്നവദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുഷ്ടതയോടുകൂടെ, സുന്ദരമായി, അല്ലെ? സന്തോഷത്തോടുകൂടി ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരോട് നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിന്റെ മുഖത്തെന്താ എപ്പോഴും ഇങ്ങനെ, നിന്റെ മുഖത്തെന്താ കടന്നല് കുത്തിയോ? ചിലരുടെ മുഖം കണ്ടിട്ടില്ലേ, എപ്പോഴും വ്യാകുല മാതാവിനെ പോലെയാണ്. കണ്ടിട്ടില്ലേ? എന്ത് കിട്ടിയാലും ഒരു സന്തോഷമില്ല, എപ്പോഴും ദുഃഖം, എപ്പോഴും ദുഃഖം, ഒരു സമാധാനം ഇല്ല. മുമ്പിൽ ബിരിയാണി വന്നാലും ഒന്നിലും ഒരു സന്തോഷമില്ല, അല്ലേ? അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഈ സഹോദരി പറയേ, എൻ്റെ അച്ഛാ, ധ്യാനം കഴിഞ്ഞ് അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മുതൽ എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ നോക്കി ഞാൻ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ മക്കൾ വിചാരിച്ച ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ നീ ചിരി. എന്നാൽ അങ്ങനെയല്ലച്ചാ, ഞാൻ ആ പുഞ്ചിരി ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല. നല്ലൊന്ന് കൈയടിച്ച് ഈശോക്ക് നന്ദി പറഞ്ഞേ, നല്ല കൈയടി കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആർക്ക് വേണ്ടി പറയണേ? ആർക്ക് വേണ്ടിയാ പറയണേ? എനിക്ക് വേണ്ടി. വലതുകരം നെഞ്ചത്തോട് തൊട്ടുകൊണ്ട് പറഞ്ഞ് എനിക്ക് വേണ്ടി പറ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ സ്വഭാവത്തില്, ഈ പോട്ടാശ്രമത്തിൽ നീ ഇന്ന് വന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോകുമ്പോ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിന്നിൽ ആനന്ദം നൽകും. ആ ആനന്ദം നിന്റെ മുഖത്തുണ്ടാവും. ആ ആനന്ദം നിന്റെ മുഖത്തുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളില് സന്തോഷമുള്ള വ്യക്തി, ആ വ്യക്തിയുടെ മുഖത്തത് തെളിഞ്ഞു നിൽക്കുമെന്ന്. ആ വ്യക്തിയുടെ മുഖത്തത് തെളിഞ്ഞു നിൽക്കും. ഇതില്ലെങ്കിൽ സൂക്ഷിക്കണം, ഇതില്ലെങ്കിൽ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മളിലൊക്കെ പലരും നമ്മുടെ വീട്ടിലുള്ള ചിലരെ നന്നാക്കാൻ വേണ്ടി ഇരിക്കുന്നേ. എൻ്റെ അച്ഛാ, എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഭർത്താവ് അതിയാനെ നന്നാക്കണം. അയ്യോ അച്ഛാ, അയാളെ കൊണ്ട് തോറ്റച്ചാ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്ന് എൻ്റെ മുമ്പിൽ നിന്നുണ്ട് വല്ലാണ്ട് ഈ മുളക് കടിച്ച പോലെ ആ ചേച്ചി എരി. അച്ഛാ, അതിയാനെ കൊണ്ട് തോറ്റച്ചാ. ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചി ഇത്രമാത്രം ഈ മുളക് കടിച്ച പോലെ വിഷമിക്കണേ? ചേച്ചി പറയാ, അതിയാനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ വായിക്കാത്ത കയ്പ് വരുവാന്ന്. ഭർത്താവിനെ കുറിച്ചേ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഭർത്താവിനെ, മക്കളെ, നാട്ടുകാരെ നന്നാക്കാനല്ല ആദ്യം. ആര്? ഞാൻ. പറഞ്ഞേ, ഞാൻ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവര്. ആദ്യം നമ്മുടെ സ്വഭാവം, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ആലോചനകൾ, എൻ്റെ നിലപാടുകൾ ആദ്യം അവിടെ തുടങ്ങണം. അതാ ഈശോ പറഞ്ഞത്, നീ സാക്ഷിയാവണം ആദ്യം നിന്റെ വീട്ടിൽ, അത് കഴിഞ്ഞിട്ട് മതി നാട്ടിൽ. ആദ്യം നിന്റെ വീട്ടിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന ഒരു സ്ത്രീയാ, ഇവിടെ ഉള്ളതല്ല, ഇച്ചിരി ദൂരെയാ. ഈ സ്ത്രീയുടെ മകൻ കോളേജിൽ പഠിക്കുന്നു, പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കത്തില്ല. പണ്ട് ഈ സ്ത്രീ ധ്യാന കേന്ദ്രത്തിലൊക്കെ ഈ മകനെ കൊണ്ട് വന്നിട്ടുള്ളത് എനിക്കറിയാം. ഭർത്താവുണ്ട്. ഈ അമ്മ എപ്പോഴും വന്ന് പരാതി പറയുന്നത് മുഴുവൻ, അച്ഛാ, അവൻ പള്ളിയിൽ വരണില്ല, അവൻ താൻ തോന്നിയാണ്, അവൻ അനുസരണക്കേടാണ്, അവൻ ശരിയല്ല, അച്ഛൻ അവനെ ഉപദേശിക്കണം. ഒരിക്കൽ ഞാൻ അവനെ കണ്ടപ്പോ ഞാൻ അവനെ വട്ടം പിടിച്ചു.
നീ എന്താടാ ഇപ്പൊ പള്ളി വരാത്തെ? നീ എന്താടാ ഇപ്പൊ ധ്യാനകേന്ദ്രത്തിൽ വരാത്തെ? നിനക്കെന്താ പ്രാർത്ഥിക്കണ്ടേ? നിനക്ക് കുർബാനയിൽ പങ്കെടുക്കണ്ടേ? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എൻ്റെ അച്ഛാ മടുത്തിട്ടാ. ഞാൻ ചോദിച്ചു, നീ പള്ളി വന്ന് മടുത്തോ? അല്ലച്ചാ, എൻ്റെ അമ്മേനെ അച്ഛനറിയാലോ, പ്രാർത്ഥനക്കാരി എന്നറിയപ്പെടണേ. എൻ്റെ വീട്ടിൽ അച്ഛാ മനസമാധാനം തരികയില്ല. എൻ്റെ അപ്പനോട് എപ്പോഴും എൻ്റെ അമ്മ പറയും, നിങ്ങൾ നരകത്തിൽ പോകും, നിങ്ങൾ നരകത്തിൽ പോകും, നിങ്ങൾ നരകത്തിൽ പോകും. ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ സ്വർഗത്തിൽ പോകും. ആര്? പ്രാർത്ഥിക്കുന്ന കുടുംബനാഥ, ഈ ചെറുക്കൻ്റെ അമ്മ പറയാണ്, ഞാൻ പള്ളി പ്രാർത്ഥിക്കുന്നു, ഞാൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോകുന്നു, ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങൾ നരകത്തിൽ പോകും, നിങ്ങൾ നരകത്തിൽ പോകും. എൻ്റെ അച്ഛാ 24 മണിക്കൂർ ഇതാണ് ഞാൻ കേൾക്കണത് വീട്ടിലെ. എന്നിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ? ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, വേണ്ടമ്മേ, അമ്മയുള്ള സ്വർഗത്തിലേക്ക് ഞാനില്ല, അമ്മയുള്ള സ്വർഗത്തിലേക്ക് ഞാനില്ല. ഇതാണ് പരുവം. ഇവൻ പറയുന്നത്, ഞാനിപ്പോ പള്ളി വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകാത്തതിന്റെ കാരണം 24 മണിക്കൂറും എൻ്റെ അമ്മയുടെ സംസാര ശൈലി. ഞാനിത് പറയുമ്പോൾ സ്വയം ആത്മശോധന ചെയ്യാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷയിൽ ഇരിക്കുന്ന നമ്മൾ ധ്യാനിക്കേണ്ടത്, മറ്റുള്ളവരെ കുറിച്ചല്ല. നമ്മൾ എൻ്റെ പിഴ പറഞ്ഞേ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. പലതകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒച്ചത്തിൽ പറഞ്ഞ്, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അത് നെഞ്ചത്ത് തൊട്ടോണ്ട് ഒച്ചത്തിൽ പറഞ്ഞ്, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നാൽ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല ആ സ്ത്രീയെ കുറിച്ച്, ഭർത്താവിനും മക്കളെ നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങിയ ഭാര്യ. സാധാരണഗതിയിൽ ഭർത്താവ് മദ്യപിച്ച് വീട്ടിലെത്തുമ്പോൾ ഭാര്യ സംഹാരരുദ്രയായിട്ട് രക്തരക്ഷസിനെ പോലെ ചാടി വീഴും. എന്നാൽ ഈ മനുഷ്യൻ മദ്യപിച്ചു വന്ന പിറ്റേ ദിവസം ഭാര്യ അയാളെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചു. കുടിച്ച് മദ്യപിച്ചു വന്ന ഈ മനുഷ്യന് ചിരിക്കുന്ന ഭാര്യയെ കണ്ടിട്ട് അത്ഭുതം. സാധാരണഗതിയിൽ ഇങ്ങനെ ചിരിക്കാറില്ലല്ലോ. ഇവക്ക് വല്ല കുഴപ്പമുണ്ടായോ? ഇവക്ക് വല്ല കുഴപ്പമുണ്ടായോ? ഭർത്താവിനെ സ്നേഹത്തോടുകൂടെ ഭാര്യ സ്വീകരിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു, കിടത്തിയുറുക്കി. പിറ്റേ ദിവസം മുതൽ ഭർത്താവിൻ്റെ ഉള്ളിൽ അസ്വസ്ഥത കയറി. ഷെടാ, ഇതെന്താ ഇങ്ങനെ? എൻ്റെ ഭാര്യയ്ക്ക് കാര്യമായ എന്തോ ഒരു തകരാറുണ്ട്. പോട്ടാശ്രമത്തിൽ ധ്യാനിക്കാൻ പോയ അന്ന് മുതൽ എൻ്റെ ഭാര്യയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവൾ ദേഷ്യപ്പെടുന്നില്ല, അവൾ മക്കളെ ശകാരിക്കുന്നില്ല, എന്നോട് ബഹളം കൂട്ടുന്നില്ല. ഇതെന്താ ഇങ്ങനെ? ഇതെന്താ ഇങ്ങനെ? എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മക്കൾക്കും ഇതേ സംശയം. സാധാരണഗതിയിൽ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന അമ്മ, എന്നാൽ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ അമ്മ പുഞ്ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, മക്കളും അപ്പനും കൂടെ ഒരു ദിവസം ഈ അമ്മേനെ നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്ക് എന്നാ പറ്റിയ? സത്യത്തിൽ അമ്മയ്ക്ക് കുഴപ്പമല്ലോ ഉണ്ടോ? അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, മക്കളെ, ഞാൻ ധ്യാനിക്കാൻ പോയി. ധ്യാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തിൽ ഇടപെടാൻ തുടങ്ങി. എൻ്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി അവിടുന്ന് കിട്ടിയതാ. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലുണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് എൻ്റെ മുഖത്തുള്ള പുഞ്ചിരി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഭർത്താവും മക്കളും കൂടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ആ സ്ഥലം വരെ പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് ഭർത്താവും മക്കളും പോട്ടാശ്രമത്തിലെ ബൈബിൾ കൺവെൻഷന് ഈ ആലയത്തിലോട്ട് കടന്നു വന്നത്. നല്ലൊരു കയ്യടി കർത്താവായ ഈശോയ്ക്ക് കൊടുക്കോ. നല്ല കയ്യടി കൊടുത്ത പോരാ, കരങ്ങൾ ഉയർത്തി കയ്യടിച്ചേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞാൽ ആ വ്യക്തി ആരംഭിക്കേണ്ട സുവിശേഷ ശുശ്രൂഷ എവിടെയാ? ആദ്യം പറ, വീട്ടിൽ. വലതും ഇടതും ഇരിക്കുന്നവർക്ക് ഒരിക്കൽ കൂടെ കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, നിന്റെ വീട്ടിൽ ശുശ്രൂഷ ആരംഭിക്കണം. പറഞ്ഞുകൂട്. വീട്ടിൽ ശുശ്രൂഷ ആരംഭിക്കണം. നമ്മുടെ പെരുമാറ്റത്തില്
ശുശ്രൂഷ ആരംഭിക്കണമെന്ന് ചിലർ കേട്ടിട്ട് എന്നാൽ ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് മക്കളെയൊക്കെ വിളിച്ച് അവിടെ ഇരുത്തി ബൈബിള് തുറക്കടാ, മുട്ടും മെന്നിക്കടാ, കരങ്ങൾ ഉയർത്തടാ, സ്തുതിച്ചോളൂ. ആ ശുശ്രൂഷയല്ല. സ്വഭാവത്തിൽ നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ മുഖത്ത്, സംസാരത്തിൽ, നമ്മുടെ ഓരോ പെരുമാറ്റത്തിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. ഓൺലൈനിലുള്ളവർ എവിടെ ഇരുന്നാണെങ്കിലും കൈപൊക്കിക്കേ. ആഗ്രഹമുള്ളവർ രണ്ട് കൈയൊന്ന് പൊക്കിപ്പിടിച്ചേ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നല്ല ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ സ്വരത്തിൽ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നന്നായിട്ടൊന്ന് പുഞ്ചിരിക്കുക. എല്ലാവരും ഇങ്ങോട്ടും നോക്കി നന്നായിട്ട് പുഞ്ചിരിച്ചോണ്ടിരുന്നേ. നല്ല ചിരി. പോരാ. ചിലർ ചിരിക്കാൻ ശ്രമിച്ചിട്ട് അങ്ങ് വിജയിക്കുന്നില്ല, എങ്കിലും ശ്രമിക്കണം കേട്ടോ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ചിലരുടെ ഉള്ളിൽ വലിയ സങ്കടമൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛ ചിരിക്കാൻ പറ്റിയ അവസ്ഥയൊന്നും അല്ല, അച്ഛന് കാര്യമൊന്നും മനസ്സിലാകാഞ്ഞിട്ടാ, എൻ്റെ ഭാരം ഓർക്കും തോറും സങ്കടം. പ്രിയപ്പെട്ടവരെ, ഭാരത്തിന് മുകളിൽ ആര്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല പുഞ്ചിരി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു സംഭവം കൂടെ ഇതിനോട് ചേർത്ത് വെക്കാം. ഞാൻ ഡൽഹിയിലായിരുന്ന അവസരത്തിൽ ഞാനൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ്. ക്യാൻസറിന്റെ 4th സ്റ്റേജാണ്. ആ സഹോദരി മരണത്തോടടുത്തിരിക്കുന്നു. വീട്ടുകാർ പറഞ്ഞു അവിടെ അടുത്തൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പോയത്. അപ്പൊ ഈ സ്ത്രീയെക്കുറിച്ച് എനിക്ക് അധികം വലിയ അറിവൊന്നുമില്ല. ക്യാൻസർ രോഗമാണ്, മരണത്തോടടുത്തിരിക്കുന്നു എന്നാണ് അറിവ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം. ഈശോയെ, എന്നതാ ഈ ചേച്ചിയോട് പറയണ്ടേ, എന്നതാ പറഞ്ഞ് ആശ്വസിപ്പിക്കണ്ടേ? അങ്ങനെ ഇങ്ങനെ ഭാരപ്പെട്ട് ഞാനും എൻ്റെ കൂടെ 1-2 ശുശ്രൂഷകരുണ്ട്. ഞങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിലോട്ട് ചെന്നു. മകനുണ്ട്. മകൻ പറഞ്ഞു, അച്ഛാ ദേ അമ്മ അച്ഛനെയൊക്കെ കാത്ത് അകത്തിരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ല്. എന്നിട്ടൊരു വാതിൽ തുറന്നു തന്നു. ഞാൻ ആ മുറിയിലോട്ട് കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭാരം. കാരണം മരിക്കാൻ പോകുന്നൊരു ചേച്ചിയോട് എന്നതാ പറയണ്ടേ? എനിക്കാണ് വാക്കുകളൊന്നും കിട്ടുന്നില്ല. വല്ലാത്ത സങ്കടമുള്ള മുഖഭാവത്തോടുകൂടി ആ മുറിയിലോട്ട് കയറി. ആ മുറിക്കകത്ത് നല്ല പ്രകാശം. ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കട്ടിലിൽ ഒരു സ്ത്രീ ചാരിയിരിക്കുന്നു, കയ്യിലൊരു കൊന്ത. ആ ചാരിയിരിക്കുന്ന സഹോദരി ഞങ്ങളുടെ മുഖത്ത് നോക്കി നല്ല പുഞ്ചിരി. സങ്കടപ്പെട്ട് കുനിഞ്ഞ ശിരസോടുകൂടി അകത്തോട്ട് കയറി നോക്കിയപ്പോൾ നല്ല പ്രകാശം. അതോടൊപ്പം ആ മുറിയിൽ നല്ല സുഗന്ധാഭിഷേകം. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അച്ഛൻ ഇവിടെ വന്നിരിക്കുവോ? ഞാൻ ആ കട്ടിലിന്റെ സൈഡിൽ ചെന്നിരുന്നു. ശുശ്രൂഷകർ കട്ടിലിന്റെ ഇപ്പുറത്തൊക്കെ ആയിട്ടിരുന്നു. ഈ സഹോദരി സംസാരിക്കാൻ തുടങ്ങി. ആ സഹോദരനെ ആശ്വസിപ്പിക്കാൻ ചെന്ന ഞാനാണ്. എന്നാൽ ആ മുറി വിട്ടിറങ്ങുമ്പോൾ സംഭവിച്ച കാര്യം എന്നറിയോ? ആ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി ഒരാശീർവാദം വാങ്ങി സ്തുതി ചൊല്ലി ഞാൻ അവിടുന്ന് പോന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് ഈ സഹോദരിക്കും അറിയാം. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സഹോദരി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഹോദരി, നല്ല പുഞ്ചിരിയാ. ഈ സഹോദരിയുടെ പക്കൽ എത്തുന്നവർക്കൊരു കൃപയുണ്ട്. എന്നാന്നറിയോ? എത്ര വലിയ സങ്കടത്തോടുകൂടെ ഈ സ്ത്രീയുടെ അടുക്കെ ചെന്നാലും അവരുടെ സങ്കടം പെട്ടെന്ന് സങ്കടം മാറും. എന്ന് മാത്രമല്ല, ആ മുറി വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഏതോ വലിയ ഒരു സ്വർഗീയ സൗഭാഗ്യത്തിൽ നിന്നെന്ന പോലെയാണ് മുറി വിട്ട് പുറത്തിറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള വ്യക്തിയുടെ മുഖത്ത് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ പരിശുദ്ധാത്മാവ് നിറയുന്ന വ്യക്തിയുടെ മുഖത്ത് മാറ്റങ്ങൾ ഉണ്ടാവും. അകത്ത് ഉണ്ടാവുന്നത് മുഖത്ത് പ്രതിഫലിക്കും. മലയാളത്തിൽ നമ്മൾ പറയുന്നൊരു പഴമൊഴിയുണ്ട്, മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ളത് പുറത്ത് പ്രതിഫലിക്കും. ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഖത്ത് പ്രതിഫലിക്കും. പ്രൈസ് ദി ലോർഡ്.
സ്വർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് ഒരു ആനന്ദം തന്നാൽ അത് എവിടെ പ്രതിഫലിക്കും? പറ. ആ മുഖത്ത് പ്രതിഫലിക്കും. വലതും ഇടതും ഇരിക്കുന്നവരോട് പറ, നിന്റെ മുഖത്ത് പ്രതിഫലിക്കട്ടെ എന്നൊരു ആശംസ കൊടുത്തേ. ആ നിന്റെ മുഖത്തുണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്വർത്തി പറ ഹല്ലേലൂയാ. അതെത്ര വലിയ ദുരിതം പിടിച്ച കാര്യമാണെങ്കിലും, എത്ര വലിയ മരണതുല്യമായ കാര്യമാണെങ്കിലും, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലിരുന്നാൽ ഈ ആനന്ദം ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങും. അത് അഭിഷേകമായിട്ട് മാറാൻ തുടങ്ങും. അന്തരീക്ഷം മുഴുവൻ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോ ഇന്ന് ഈ കൂട്ടായ്മയോട് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം പോകേണ്ടത് എങ്ങോട്ടാ? നിന്റെ വീട്ടിലേക്ക്. നിന്റെ വീട്ടിലേക്ക്. ജെറൂസലേമിൽ അല്ലേ? എൻ ഭവനമാകും ജെറൂസലേമും, എൻ ഭവനമാകും ജെറൂസലേമും. ഉണർന്നാൽ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ജെറൂസലേമിൽ, യൂദയായിൽ. യൂദയ എന്ന് പറഞ്ഞാൽ ഏതാ സ്ഥലം? യൂദയ. യൂദയ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കേ, പഠിച്ചോണം. യൂദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലം, സാഹചര്യം, ദേശം. നമ്മൾ ജീവിക്കുന്ന ദേശം, എൻ്റെ ഇടവക, എൻ്റെ ഇടവക, എൻ്റെ ജില്ല, എൻ്റെ ദേശം, അതാണ് യൂദയ. ആദ്യം എവിടെയാ? പറ. വീട്ടില്, ജെറൂസലേം. രണ്ടാമത് എവിടെയാ? ഞാൻ എൻ്റെ വീട്ടില് അല്ലെ? ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. എൻ്റെ വീട്ടില് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അത് സ്വാഭാവികമായി അന്തരീക്ഷത്തിൽ വ്യാപരിക്കാൻ തുടങ്ങും. എൻ്റെ ദേശത്തേക്ക് കടന്നു വരും. അതാണ് യൂദയ. മൂന്നാമത്തത് സമരിയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സമരിയ. സമരിയ. സമരിയ എന്നുള്ള ദേശത്തിന്റെ പ്രത്യേകത വിജാതിയർ, ജെന്റൈൽസ്. ദൈവത്തെക്കുറിച്ച് അറിയാത്തവർ, ഈശോയെക്കുറിച്ച് അറിയാത്തവർ നമ്മുടെയൊക്കെ ദേശത്തുണ്ട്. നിന്റെ വീടിനടുത്തുണ്ട്, നീ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ട്, നിന്റെ യാത്രാമധ്യേ കണ്ടുമുട്ടും. നീ യേശുവിൻ്റെ ഒരു സാക്ഷിയാണെങ്കിൽ ഈശോയെ അറിയാത്ത ആളുകൾക്ക് എന്തു കൊടുക്കണം? ഈശോയെ കൊടുക്കണം. ഈശോയെ കൊടുക്കാൻ നീ പരാജയപ്പെട്ടാൽ അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈശോയെ കൊടുക്കാൻ പരാജയപ്പെട്ടാൽ അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പരാജയമാണ്. നീ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും ആ നേട്ടമെല്ലാം ഒരിക്കലും സ്ഥായിയായിട്ടുള്ളതല്ല. മറിച്ച് നീ ഈശോനെ കൊടുത്താൽ അതാണ് യഥാർത്ഥത്തിലുള്ള നേട്ടം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരോട് പറ, ഈശോയെ കൊടുക്കണം. പറഞ്ഞുകൊടു. ഈശോയെ കൊടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതാണ് നമ്മുടെ കർത്തവ്യം. ഈശോ ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളോടൊക്കെ പഠിപ്പിക്കുന്ന കാര്യം, ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാവണം. ആദ്യം നമ്മുടെ വീട്ടിൽ, നമ്മൾ ജീവിക്കുന്ന ദേശത്ത്, ഈശോനെ അറിയാത്തവരുടെ മേൽ, അതോടൊപ്പം തന്നെ ഭൂമിയുടെ അതിർത്തികൾ വരെ, ഭൂമിയുടെ അതിർത്തികൾ വരെ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്നറിയോ? എവിടെ പോയാലും മലയാളികളുണ്ട് അല്ലേ? ഈ ഭൂമിയിൽ എവിടെ പോയാലും മലയാളികളുണ്ട് അല്ലേ? ചന്ദ്രനെ കുറിച്ചൊക്കെ, ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ ആള് അവിടെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ച് തമാശയ്ക്ക് പറയുന്നത് എന്നതാ? ആദ്യമായിട്ട് ചന്ദ്രനെ കാലുകുത്തിയപ്പോൾ അവിടെ മലയാളി ചായക്കട നടത്തുന്നു. കഥയാ എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ഉണ്ട്. ലോകത്തിൻ്റെ നമ്മുടെയൊക്കെ മക്കൾ അല്ലേ? ജർമ്മനി, ഓസ്ട്രേലിയ, UK, ഇംഗ്ലണ്ട് അല്ലേ? ഏതെല്ലാം രാജ്യങ്ങളിലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ നീ അഭിഷേകവുമായിട്ട് ലോകത്തിന്റെ അതിർത്തികൾ വരെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ശക്തി നൽകും. ഇതിനുള്ള കൃപ ഈ ശുശ്രൂഷാവസരത്തിൽ നമ്മൾ സ്വീകരിക്കാൻ പോവാ. എല്ലാവരും ചാടി എഴുന്നേറ്റെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ.
കണ്ണടച്ചേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ചേ. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ ഉണർത്തണം, ഒരു പുതിയ അഭിഷേകം എനിക്ക് വേണം, എൻ്റെ വീട്ടിലൊരു സാക്ഷ്യമാകാൻ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു സാക്ഷ്യമാകാൻ കർത്താവെ ശക്തിയും ബലവും നൽകണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഉണർവിൻ്റെ ആത്മാവ് ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ഞാൻ ആത്മാവാൽ ഉണരും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് എല്ലാവരും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് സ്വരമുയർത്തി ദാഹത്തോടെ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പോരാ പോരാ പോരാ, ധൈര്യപൂർവ്വം വിശ്വാസത്തോടുകൂടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ, ആമേൻ, ആമേൻ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ചവിട്ടിക്കേ. വലതും ഇടതും ഒന്ന് കൈയടിച്ചേ. എല്ലാവരും ചലിക്കട്ടെ. നമ്മുടെ ശരീരത്തിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാ ശക്തിയാണ്. ഈ ശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ. ശക്തിയോടുകൂടെ. ആമേൻ, ആമേൻ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പാടി പാടി. ആത്മാവാൽ പഠിക്കേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. എല്ലാവരും ആത്മാവാൽ. ഞാൻ ഉണർന്നാലേ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. എങ്ങനെ? ദേശമുണരും. കൈകൾ ഉയർത്തി. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പാടി പാടി. ആത്മാവാൽ. ആമേൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പോരാ, ശക്തിയോടുകൂടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ സമയത്ത് തന്നെ എൻ്റെ കുടുംബത്തിൽ സാക്ഷ്യമാകുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളെയും ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് അഭിഷേകം, എൻ്റെ ഭവനത്തിൽ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. പൈശാചിക ശക്തികൾ അകന്നു പോവട്ടെ. ഒരു പുതിയ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. ശക്തമായിട്ട് കൈയടിച്ചേ, കൈകൾ താഴ്ത്തി കൈയടിച്ചേ. ഭവനമാകും ജെറുസലേമും ആമേൻ ഉണരും, ആത്മാവാൽ ഉണരും. പാടിക്കേ. സഭനമാകും ജെറുസലേമും ഉണരും, ഉണരും, ആത്മാവാൽ ഉണരും. ആമേൻ, ആമേൻ. സഭയാകും ജെറുസലേമും ഉണരും, ഉണരും, ആത്മാവാൽ ഉണരും. ആമേൻ. സഭയാകും ജെറുസലേമും ഉണരും, ഉണരും, ആത്മാവാൽ ഉണരും. ആമേൻ. ഞാൻ ഉണർന്നാലേ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ, ഞാൻ ഉണർന്നാലേ ദേശമുണരും. ആമേൻ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആമേൻ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാൽ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാൽ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. 2 കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, ആത്മാവേ. ശക്തി, ബലം, അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും. ഞാൻ ഉണർന്നാൽ
എൻ ദേശം ഉണരും. പറഞ്ഞേ, ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. ഞാൻ ഉണർന്നാൽ എൻ്റെ ഭവനം ഉണരും. പറഞ്ഞേ, ഞാൻ ഉണർന്നാൽ എൻ്റെ ഭവനം ഉണരും. പറ, ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.